Hi friends, welcome to SSC MTS GK series part 2. ഇന്ന് നമ്മൾ സെപ്റ്റംബർ 13th നടന്നിട്ടുള്ള സെക്കൻഡ് ഷിഫ്റ്റിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ പ്രൊജക്ട് ഈസ് ഡിക്ലെയർഡ് ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ബൈ യുനെസ്കോ ഇൻ മെയ് 2001? ഇതിൻ്റെ ആൻസർ വരുന്നത് നാഷണൽ പ്രൊജക്ട് ടു സപ്പോർട്ട് കൂടിയാട്ടമാണ് 2001 യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രൊജക്റ്റ്. ഈ യുനെസ്കോയുടെ മാസ്റ്റർ പീസ് ഓഫ് ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാം 2001 മുതൽ 2005 വരെ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ അതിന് പകരമായിട്ടുള്ള പ്രോഗ്രാം യുനെസ്കോയുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചർ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയാണ്. അത് 2008 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്, ഡാൻസ്, ക്രാഫ്റ്റ്, ആർട്ട് ഫോംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഫസ്റ്റ് പ്രോഗ്രാമായിട്ടുള്ള ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിൽ ഇന്ത്യയിൽ നിന്ന് 3 പ്രോഗ്രാമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2001 കൂടിയാട്ടം ഇൻക്ലൂഡ് ചെയ്തു, 2003 ട്രഡീഷൻ ഓഫ് വേദിക് ചാൻഡിങ്ങും 2005 രാംലീലയും. ഇന്ത്യയിൽ നിന്ന് ആകെ 3 ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 2008 റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് നിലവിൽ വന്നു. ഇപ്പോൾ 15 ഇന്ത്യയിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 2008 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കൂടിയാട്ടവും വേദിക് ചാൻഡിങ്ങും രാംലീലയും ഇതിൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2009 രമ്മൻ, 2010 ചൗ ഡാൻസും കൽബേലിയും മുടിയേറ്റും, 2012 ബുദ്ധിസ്റ്റ് ചാൻഡിങ്, 2013 സങ്കീർത്തന, 2014 ബ്രാസ് ആൻഡ് കോപ്പർ ക്രാഫ്റ്റ്, 2016 യോഗ, പിന്നെ നവറോസ് ഫെസ്റ്റിവൽ. നവറോസ് ഇന്ത്യയിൽ മാത്രമല്ല വേറെ രാജ്യങ്ങളിലും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. പിന്നെ 2017 കുംഭമേള, 2021 ദുർഗാപൂജ, 2023 ഗർബ, ഗുജറാത്തിൽ നിന്ന് ഗർബയും ആഡ് ചെയ്തു. ഇത്രയും ഓർത്ത് വയ്ക്കുക. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. In 1991 census, which state was the top in term of literacy rate and whose literacy rate was higher than the national average? ആൻസർ വരുന്നത് ഓഫ് കോഴ്സ് കേരള തന്നെയാണ്. പിന്നെ നമ്മുടെ കേരളയാണ് ഇന്ത്യയിൽ 100% ലിറ്ററസി സ്റ്റേറ്റ്. അതാവുന്നതും 1991 1991 100% ലിറ്ററസി കേരള നേടിയെടുക്കുന്നത്. പിന്നെ ആ സമയത്ത് 1991 സെൻസസിലെ നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 89.81% ആണ്. 2001 കേരളയുടെ ലിറ്ററസി റേറ്റ് 94% ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 181 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വെൻ എ റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ദ ഡാഷ് ഫ്രം ഓഫീസ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദാറ്റ് പേഴ്സൺ കനോട്ട് പ്രിസൈഡ് ഓവർ ദ സിറ്റിംഗ്. അതായത് ഒരാളുടെ റിമൂവലിൻ്റെ റെസൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ അസംബ്ലി ആൾക്ക് പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. ആളാരാണ്? ആർട്ടിക്കിൾ 181 പ്രകാരം അല്ലെങ്കിൽ അതിൽ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് സ്പീക്കർ, അഡ്വക്കേറ്റ് ജനറൽ, ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ ചെയർമാൻ. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആർട്ടിക്കിൾ 181 കറക്റ്റ് അറിയില്ലെങ്കിലും ഒരു സിറ്റിംഗ് ആരാ പ്രിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? ആൻസർ നോക്കാം. ആൻസർ വരുന്നത് സ്പീക്കറാണ്. ആർട്ടിക്കിൾ 181 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ നോട്ട് ടു പ്രിസൈഡ് വൈൽ എ റെസൊല്യൂഷൻ ഫോർ ഹിസ് റിമൂവൽ ഫ്രം ഓഫീസ് ഈസ് അണ്ടർ കൺസിഡറേഷൻ. അവരുടെ റിമൂവലിനെ കുറിച്ചിട്ടുള്ള റെസൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്പീക്കറിനും ഡെപ്യൂട്ടി സ്പീക്കറിനും ഇല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ എ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്സ് ഇൻ എ വാട്ടർ ബോഡി, ദ വാട്ടർ ബിക്കം അസിഡിക് ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ്? അത് വരുന്നത് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല H2CO3 ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ്. കാർബൺ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവുന്ന ഒരു ആസിഡാണ് എന്ത്? കാർബോണിക് ആസിഡ്. ഈ കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡാണ്. ഈ ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലൊക്കെ ഉള്ളൊരു മെക്കാനിസമാണ്. എന്തിനു വേണ്ടിയിട്ട്? ബ്ലഡിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലഡിൻ്റെ pH ലെവൽ എത്രയാണ് വരുന്നത്? 7.4 ആണ് ബ്ലഡിലെ pHൻ്റെ എമൗണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഓട്ടോബയോഗ്രഫി വിങ്സ് ഓഫ് ഫയർ ക്രോണിക്കിൾസ് ദ ലൈഫ് ഓഫ് വിച്ച് നോട്ടബിൾ ഇന്ത്യൻ പേഴ്സണാലിറ്റി? ഓട്ടോബയോഗ്രഫി വിങ്സ് ഓഫ് ഫയർ ആരുടെയാണ്? ഓപ്ഷൻസ് രതൻ ടാറ്റ, APJ അബ്ദുൽ കലാം, അരുന്ധതി റോയ് ആൻഡ് കിരൺ ബേദി. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് വിങ്സ് ഓഫ് ഫയർ? ആൻസർ വരുന്നത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് വിങ്സ് ഓഫ് ഫയർ. APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് നമ്മുടെ 11th പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2002 മുതൽ 2007 വരെ. മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന
ആളാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ് വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ടേണിംഗ് പോയിൻറ്റ്സ്, മിഷൻ ഓഫ് ഇന്ത്യ, ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ്. അത്രയും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബുക്സാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് പത്മഭൂഷൺ 1981 പത്മവിഭൂഷൺ 1990 ഭാരത് രത്ന 1997 ആണ്. 6th ക്വസ്റ്റ്യൻ വരുന്നത്, ദ ടേം ഫുഡ് ഫോൾട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെയിംസ്? ആൻസർ വരുന്നത് ടെന്നീസ്. ഫുഡ് ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു റൂൾ വയലേഷൻ ആണ്. ടെന്നീസിൽ, വോളിബോളിൽ, ബാഡ്മിൻ്റൺ ആൻഡ് പിക്കിൾ ബോൾ, ഈ 4 എണ്ണത്തിലാണ്. അതായത് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഫുട്ട് ഒരു ഇല്ലീഗലായിട്ടുള്ള പൊസിഷനിൽ വെക്കുന്നതാണ് ഫുഡ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ നാച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നാച്ചർ പറയുന്ന കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻസ് വരുന്നത് ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണ്, നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ, വെരി റിജിഡ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അമെൻഡ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് നൈദർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല. റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും മാറ്റാൻ പറ്റാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനും അല്ല, എന്നാൽ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷനും അല്ല. അതായത് നമുക്ക് ചില കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയും സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷനും വേണം. അത് നമുക്ക് ഒരു റിജിഡിറ്റിക്ക് എക്സാമ്പിളാണ്. അതുപോലെ ഫ്ലെക്സിബിലിറ്റിക്ക് നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി. എല്ലാത്തിനും സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ എല്ലാതും വേണമെന്നില്ല. ചിലതിന് സിമ്പിൾ മെജോറിറ്റി മതി. ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷനും സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ വേണം. അത് ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അഡാപ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്തെന്ന്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് അമെൻമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അമെൻമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ആർട്ടിക്കിൾ 368 ആണ്. 3 ടൈപ്പ് അമെൻമെൻറ്റ് ഉണ്ട്. സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, ഹൗ മെനി സിറ്റീസ് ഹാവ് ബീൻ സെലക്റ്റഡ് ടു ബി ഡെവലപ്ഡ് ആസ് സസ്റ്റൈനബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഡെസ്റ്റിനേഷൻ ആസ് പെർ ദ സ്വദേശ് ദർശൻ 2.0 സ്കീം ലോഞ്ച്ഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ടൂറിസം ഇൻ ജാനുവരി 2023. ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്വദേശി ദർശൻ 2.0 സ്കീമിലേക്ക് എത്ര സിറ്റീസ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ വരുന്ന നോക്കാം. ആൻസർ 30 സിറ്റീസാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്വദേശി ദർശൻ സ്കീം ആദ്യം കൊണ്ടുവരുന്നത് 2014 2014-15 സ്വദേശി ദർശൻ സ്കീം ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അതിൻ്റെ 2.0 വേർഷൻ വന്നത് 2023 അതിൽ 30 സിറ്റീസ് സെലക്ട് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ മോട്ടോ വരുന്നത് വോക്കൽ ഫോർ ലോക്കൽ ആണ്. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗനൽ കണ്ടെയ്ൻ റൈബോസോമൽ RNA ആൻഡ് ഇസ് ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് റൈബോസോംസ്? അതായത് റൈബോസോമൽ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗനൽ ഏതാണെന്നാണ്. ഓപ്ഷൻസ് ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയസ്. ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ന്യൂക്ലിയോലസ് ആണ്. ന്യൂക്ലിയോലസ് ഈസ് ദ പാർട്ട് ഓഫ് സെൽ ന്യൂക്ലിയസ് where ribosomes are made and ribosomes are the machines that make protein. റൈബോസോം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് റൈബോസോം. ഈ റൈബോസോം ഉണ്ടാകുന്നത് എവിടെയാണ്? ന്യൂക്ലിയോലസിലാണ്. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലെ ഒരു പാർട്ടാണ് ന്യൂക്ലിയോലസ്. RNA along with proteins forms the structural and functional core of ribosome. Then RNA helps decode mRNA into protein during translation. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് RNA helps to decode mRNA into protein. ഈ റൈബോസോംസിൻ്റെ ഫംഗ്ഷൻ എന്താ? റൈബോസോം സിന്തസിസ് പ്രോട്ടീൻസ്. റൈബോസോംസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? ബൈ ഡീകോഡിങ് mRNA ആൻഡ് അസംബ്ലിങ് അമിനോ ആസിഡ്സ് ഇൻ ടു പോളിപെപ്റ്റിഡിക് ചെയിൻ, ദ ബേസ് ഓഫ് പ്രോട്ടീൻ. മെസഞ്ചർ RNA ഡീകോഡ് ചെയ്തിട്ട് അതിലുള്ള ഇൻഫോർമേഷൻ വെച്ച് ഓരോ അമിനോ ആസിഡിനെ അസംബിൾ ചെയ്ത് പ്രോട്ടീൻ ചെയിൻസ് ഉണ്ടാക്കും. അതാരുടെ ഫംഗ്ഷനാണ്? റൈബോസോംസിൻ്റെ ഫംഗ്ഷനാണ്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. ദ പത്കായി ഹിൽസ് ആർ ദ പാർട്ട് ഓഫ് ഡാഷ് മൗണ്ടെയിൻ. പത്കായി ഹിൽസ് ഏത് മൗണ്ടെയിൻസിൻ്റെ പാർട്ടാണ്? ഓപ്ഷൻ ഈസ്റ്റേൺ ഘട്ട്, വെസ്റ്റേൺ ഘട്ട്, പൂർവാചൽ ഓർ കാരാക്കോറം. ആൻസർ വരുന്നത് പൂർവാചൽ. പൂർവാചൽ എന്ന് പറയുന്നത് ഹിമാലയയുടെ നോർത്ത് ഈസ്റ്റേൺ എക്സ്റ്റൻഷനാണ് പൂർവാചൽ. പൂർവാചൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ അല്ല, അത് ഡിസ്കണ്ടിന്യൂസ് ആണ്.
അതായത് അരുണാചൽ പ്രദേശിൽ പത്കായി, നാഗാലാൻഡിൽ നാഗ, മണിപ്പൂരിൽ മണിപ്പൂർ തന്നെ, മിസോറാമിൽ മീഷോ അല്ലെങ്കിൽ ലൂസായി ഹിൽസ് എന്നറിയപ്പെടും. ഈ 4ഉം കൂട്ടിയിട്ടുള്ളതാണ് ഇത് പൂർവാചൽ എന്ന് പറയുന്നത്. ഇത് സെഡിമെൻ്ററി റോക്സ്. ദീസ് മൗണ്ടെയ്ൻസ് ആർ കമ്പോസ്ഡ് ഓഫ് സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്സ് വെച്ചിട്ടാണ് ഈ മൗണ്ടെയിൻ ഉണ്ടായിട്ടുള്ളത്. സെഡിമെൻ്ററി റോക്സ് എന്ന് വെച്ചാൽ അവശിഷ്ട പർവ്വതങ്ങൾ. ദെൻ സെറമതി പീക്ക് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഓഫ് നാഗ ഹിൽസ്. നാഗ ഹിൽസിലെ ഹയസ്റ്റ് പീക്കാണ് ഇത്, സെറമതി പീക്ക്. നമുക്ക് 11th ദിവസം നോക്കാം. ഹു വാസ് ദ കോർട്ട് പോയറ്റ് ഓഫ് കിങ് ഹർഷവർദ്ധന? ഹർഷവർദ്ധന കോർട്ടിലെ പോയറ്റ് ആരാണ്? ഓപ്ഷൻസ് രവികീർത്തി, വത്സ്ബട്ടി, ഭാനഭട്ട ആൻഡ് കാളിദാസ. ആരാണ്? ആൻസർ ഇടുന്നത് ഭാനഭട്ട. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഹർഷചരിത. ഹർഷചരിത എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ബയോഗ്രഫിയാണ്. ദെൻ കാദംബരി, അതൊരു സാൻസ്ക്രിറ്റ് നോവലാണ്. ദെൻ ഹർഷവർദ്ധന പുഷ്യഭൂതി ഡൈനാസ്റ്റിയുടെ ഒരു കിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കണ്ണൗജാണ്. ഈ ഹർഷവർദ്ധന എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ് പ്രിയദർശിക, രത്നാവലി ആൻഡ് നാഗനന്ദ. 3ഉം സാൻസ്ക്രിറ്റ് പ്ലേ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്സും അവരുടെ കോർട്ട് പോയറ്റ്സും നോക്കാം. കനിഷ്കയുടേത് അശ്വഘോഷ, നാഗാർജുന ആൻഡ് വാസുമിത്ര. സമുദ്രഗുപ്ത സെക്കൻഡിൻ്റെത് ഹരിസേന. ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെത് കാളിദാസ. പുലികേശി സെക്കൻഡിൻ്റെത് രവികീർത്തി. യശോവർമ്മനയുടേത് ഭാവഭൂതി. നരസിംഹവർമ്മനയുടേത് ദണ്ഡിൻ. അമോഘവർഷയുടേത് ശ്രീവിജയ ആൻഡ് മഹാവീരാചാര്യ. മഹീന്ദ്രപാലിൻ്റേത് രാജശേഖര. വിക്രമാദിത്യ 6ൻ്റെ ബിൽഹണ. ആൻഡ് ചോള ഡൈനസ്റ്റിയിലുള്ള ഒരു കോർട്ട് പോയറ്റാണ് കമ്പൻ. ഭാനഭട്ടയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഹർഷചരിത ആൻഡ് കാദംബരി. ഹർഷവർദ്ധനൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് പ്രിയദർശിക, രത്നാവലി ആൻഡ് നാഗനന്ദ. നമുക്ക് 12th ദിവസം നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ് ഡിഡ് ഇന്ത്യ ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ? ഏത് ഇവൻറ്റിലാണ് ഇന്ത്യക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളത്? ഓപ്ഷൻസ് ബോക്സിംഗ്, ഷൂട്ടിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് റെസ്ലിംഗ്. ഏതിലാണ്? ആൻസർ വരുന്നത് ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങിലാണ് നമുക്ക് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ കിട്ടുന്നത്. അതാരാ കൊണ്ടുവന്നത്? അഭിനവ് ബിന്ദ്രയാണ് അല്ലേ. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ വാസ് വോൺ ഇൻ 10 meter എയർ റൈഫിൾ ഇവൻറ്റ് ബൈ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര അറ്റ് ദി 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് അഭിനവ് ബിന്ദ്ര 10 meter എയർ റൈഫിളിൽ ഷൂട്ടിങ്ങിന് ഇൻഡിവിജ്വലായിട്ടുള്ള ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്നത്. പിന്നെ ഇന്ത്യ ആദ്യമായിട്ട് ഈ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 1900-ലാണ്. അത് നോർമൻ പ്രിച്ചാർഡ് എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തു പോയതാണ്. ഇന്ത്യ ആദ്യമായിട്ടൊരു ടീമിനെ അയക്കുന്നത് 1920-ലാണ്. 1920-ലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ടീമിനെ അയക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഹോക്കിയിൽ കിട്ടുന്നത് 1928-ലാണ് ആംസ്റ്റർഡാമിൽ വെച്ച് നടന്നിട്ടുള്ള ഒളിമ്പിക്സിൽ. ഇന്ത്യക്ക് ഇപ്പോൾ ടോട്ടൽ 8 ഗോൾഡ് മെഡൽ ഹോക്കിയിലുണ്ട്. ദെൻ ഇൻഡിവിജ്വൽ മെഡലിസ്റ്റ് 1952-ൽ KD ജാദവ് ആണ് ആദ്യമായിട്ടുള്ള മെഡൽ കൊണ്ടുവരുന്നത്. അത് പക്ഷേ ബ്രോൺസാണ്. ബ്രോൺസ് മെഡലാണ് 1952-ൽ KD ജാദവ് കൊണ്ടുവരുന്നത് റെസ്ലിങ്ങിന്. ഗോൾഡ് മെഡൽ 2008-ൽ ആർക്ക്? അഭിനവ് ബിന്ദ്രയ്ക്ക്. ദെൻ 2020-ൽ നീരജ് ചോപ്രയും ജാവലിംഗ് ത്രോയിൽ എന്ത് വാങ്ങിയിട്ടുണ്ട്? ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. ഇനി 13th ക്വസ്റ്റ്യൻ നോക്കാം. ബാൽബൻസ് റൂൾ ആസ് ആൻ ആബ്സല്യൂട്ട് ഡെസ്പോട്ട് ലെഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്? ബാൽബൻ എന്നൊരു സ്വേച്ഛാധിപതിയുടെ ഭരണം ഇതിൽ ഏത് ഇവൻറ്റിലേക്കാണ് നയിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് വരുന്നത് അപ്പോയിൻറ്റഡ് ഹിന്ദുസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ, റെസ്പെക്റ്റഡ് കോമൺ മാൻ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ 40, ഗ്രാൻറ്റിംഗ് ജഗീർസ് ടു നോബിൾ. ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് 40. ഗ്രൂപ്പ്സ് ഓഫ് 40 ലോയൽ നോബിൾസ് ആണ്. അതായത് ടർക്കിഷ് സ്ലേവുകളായിട്ടുള്ള 40 ലോയൽ നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ 40 എന്ന് പറയുന്നത്. അതിനെ കോർപ്സ് ഓഫ് 40 അല്ലെങ്കിൽ ചഹൽഗാനി, ചാലീസ അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അഡ്വൈസിങ് ആൻഡ് അസിസ്റ്റിംഗ് ദ സുൽത്താൻ ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഈ സുൽത്താനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഇത്, ഈ 40 അല്ലെങ്കിൽ ചാലീസ എന്ന് പറയുന്നത്. ബാൽബൻ വന്ന പാടെ അത് ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബാൽബൻ ഹിംസെൽഫ് വാസ് എ മെമ്പർ ഓഫ് ചാലീസ. ഇൽത്തുമിഷിൻ്റെയൊക്കെ സമയത്ത് ഈ ചാലീസയിലുള്ളൊരു മെമ്പറായിരുന്നു ബാൽബൻ. അദ്ദേഹം സുൽത്താനാകുമ്പം ഒബ്വിയസ്ലി ഈ ചാലീസ അദ്ദേഹത്തിനൊരു ഭീഷണിയാണ്. സോ അദ്ദേഹം എന്ത് ചെയ്തു? അത് ഒഴിവാക്കി.
നമുക്ക് 14th ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റവന്യൂ റെസിപ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. അതിൻ്റെ ആൻസർ വരുന്നത് 8% ഓഫ് GDP ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം എന്താ റവന്യൂ ഡെഫിസിറ്റ്? റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് മോർ ഓൺ ഡെയിലി ഓപ്പറേഷൻ ദാൻ യുവർ ഏൺ റെഗുലർലി. അതായത് നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഇൻകത്തിനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു വാല്യൂ ആണ് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മണി സെൻറ്റ് ഓൺ ഗവൺമെൻറ് ഡേ ടു ഡേ റണ്ണിങ് കോസ്റ്റ്. റവന്യൂ നമ്മൾ സാധാരണ ഉള്ള നമ്മുടെ എക്സ്പെൻഡിച്ചർ, മണി സ്പെൻഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഗവൺമെൻറ് റെഗുലർ ഇൻകം ഫ്രം ടാക്സ് ആൻഡ് ഫീസ്. ഗവൺമെൻറ്റിൻ്റെ ഇൻകം, അതാണ് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഇക്വേഷൻ അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. എക്സ്പെൻഡിച്ചർ ആണല്ലോ കൂടുതൽ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് ഇൻകം കുറച്ചാലുള്ള വാല്യൂ ആണ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പം നമുക്ക് കാണേണ്ടത് റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചറിന് റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? റവന്യൂ റെസിപ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് തന്നിട്ടുള്ളത് 2.8% ഓഫ് GDP. റവന്യൂ എക്സ്പെൻഡിച്ചർ 10.8% ഓഫ് GDP. റവന്യൂ റെസിപ്റ്റ് 10.8 എന്ന് 2.8 കുറച്ചാൽ 8% ഓഫ് GDP കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ. ഇൻ സെപ്റ്റംബർ 2023, ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് ഓഫ് ഇൻക്യുമെൻറ്റ് സഞ്ജയ് കുമാർ മിശ്ര, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ഇൻചാർജ് ഡയറക്ടർ ഓഫ് ED. EDയുടെ ഡയറക്ടർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: TV സോമനാഥം, രാഹുൽ നവീൻ, തുഷാർ മെഹ്ത്ത ആൻഡ് സമന്ത് ഗോയ്. ആൻസർ വരുന്നത് രാഹുൽ നവീനാണ്. 2023 സെപ്റ്റംബർ തൊട്ടിട്ട് ആക്ടിംഗ് ഡയറക്ടറായിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. 2024 ഓഗസ്റ്റിൽ ഫുൾ ടൈം ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. 2 കൊല്ലത്തേക്കാണ്, ഫിക്സഡ് ടെന്യൂറാണ്. 16th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോഗ്രാം ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 2000 or 2001 aims to offer homes, drinking water, primary education and basic health care in rural area? ആൻസർ വരുന്നത് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജനയാണ്. എന്ത് 2001 എല്ലാ റൂറലായിട്ടുള്ള ഏരിയയിലുള്ള ഹോംസിലും ഡ്രിങ്കിങ് വാട്ടറും പ്രൈമറി എഡ്യൂക്കേഷനും ബേസിക് ഹെൽത്ത് കെയറും ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം. ഓപ്ഷൻസിലുള്ള പ്രധാനമന്ത്രി വയോവന്ദന യോജന എന്താണെന്ന് വെച്ചാൽ അത് ലോഞ്ച് ചെയ്യുന്നത് 2017 അതൊരു പെൻഷൻ സ്കീമാണ് സീനിയർ സിറ്റിസൺസിനുള്ള. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് LIC ആണ്. ഇനി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത് ലോഞ്ച് ചെയ്യുന്നത് 2019 അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ മാർജിനൽ ഫാമേഴ്സ്. സ്മോൾ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. എലിജിബിൾ ആയിട്ടുള്ള ഫാമേഴ്സിന് 6,000 പെർ ഇയർ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മാനേജ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ഡയറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന രീതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ലോഞ്ച് ചെയ്യുന്നത് 2000 ഫോക്കസ് ഓൺ കണക്റ്റിംഗ് റൂറൽ ഏരിയാസ് വിത്ത് ഗുഡ് ക്വാളിറ്റി റോഡ്. അതായത് റോഡ്സിൻ്റെ ക്വാളിറ്റി, റൂറൽ ഏരിയയിലുള്ള റോഡ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അത് മാനേജ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ്. 17th question. In 1928, who among the following wrote the Congress Party's Nehru Report, a future constitution for independent India based on granting of dominion status? ഈ നെഹ്റു റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എഴുതുന്നത് മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത്. ഈ നെഹ്റു റിപ്പോർട്ട് ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ 1927 സൈമൺ കമ്മീഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം ചെയ്യാൻ വേണ്ടി വന്നു. ബട്ട് ആ ടൈമിൽ ഇന്ത്യൻസ് എല്ലാവരും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുണ്ടായത്. കാരണം അതിലൊരു ഇന്ത്യക്കാരൻ പോലും മെമ്പർ അല്ലായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിനെ ചലഞ്ച് ചെയ്യാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കി തരാൻ വേണ്ടി. അങ്ങനെയാണ് എല്ലാവരും കൂടി ഒരു ഓൾ പാർട്ടീസ് കോൺഫറൻസ് 1928 വിളിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു മോത്തിലാൽ നെഹ്റു. അതിൻ്റെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെയാണ് ഈ കമ്മിറ്റിയിലൂടെയാണ് ഈ നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ബട്ട് ഇത് സക്സസ്ഫുൾ ആയില്ല. കാരണം മുസ്ലിം ലീഗ് ഇതിനെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തു. അവരുടെ ഡിമാൻഡായിട്ടുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും നെഹ്റു റിപ്പോർട്ടിൽ അവർ ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ ഇത് സക്സസ്ഫുൾ ആവാതെ പോവാണ് ഉണ്ടായത്. പക്ഷേ ഇതിന് റെസ്പോൺസായിട്ട് മുഹമ്മദ് അലി ജിന്ന 1929 ഒരു 14 പോയിൻറ്റ്സ് ഉണ്ടാക്കിയിട്ട്
അവരുടെ ഡിമാൻഡ്സൊക്കെ ഉൾക്കൊള്ളിച്ചൊരു 14 പോയിൻറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 1929-ലാണ്. അത്രയും ഓർത്ത് വയ്ക്കാൻ. നമുക്ക് 18th ക്വസ്റ്റ്യൻ നോക്കാം. In animal cells, the breakdown of very long chain fatty acid through beta oxidation is conducted by which of the following organelle? ഏത് ഓർഗനലാണ് ബീറ്റ ഓക്സിഡൈസേഷനിലൂടെ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ വെരി ലോങ് ചെയിൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ഓപ്ഷൻസ് വരുന്നത് ഗോൾഗി അപ്പാരറ്റസ്, മൈറ്റോകോൺട്രിയ, റൈബോസോം ആൻഡ് പെറോക്സിസോംസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് പെറോക്സിസോംസ്. പെറോക്സിസോംസ് ആണ് എന്ന് പറയുന്ന ഓർഗനലാണ് വെരി ലോങ് ഫാറ്റി ആസിഡ് ചെയിനിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഏതിലൂടെ? ബീറ്റ ഓക്സിഡൈസേഷനിലൂടെയാണ്. ആനിമൽ സെൽസിലാണ് പെറോക്സിസോംസ് കണ്ടുവരുന്നത്. ഇനി ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഗോൾഗി അപ്പാരറ്റസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു സെല്ലിലെ പോസ്റ്റ് ഓഫീസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനലാണ്. ഇറ്റ് റിസീവ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫ്രം എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മോഡിഫൈ ദം ആൻഡ് സെൻഡ് ടു ദം വേർ ദേ ആർ നീഡഡ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് സെൽ. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ കളക്ട് ചെയ്ത് അതെവിടേക്കാണോ വേണ്ട അത് ആ ഒരു സ്ഥലത്തേക്ക് പാക്ക് ചെയ്ത് കറക്റ്റ് അയക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്? ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷനാണ്. ഇനി മൈറ്റോകോൺട്രിയ എന്താണെന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയ നമ്മുടെ സെല്ലിലെ പവർ ഹൗസ് ആണ്. കാരണം അതാണ് എന്ത് സെക്രേറ്റ് ചെയ്യുന്നത്? ATP സെക്രേറ്റ് ചെയ്യുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. പിന്നെ റൈബോസോംസ് എന്ന് പറഞ്ഞാൽ റൈബോസോംസ് ആണ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഓർഗനലാണ് റൈബോസോം. 18th ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാത്തുകുമ ഫെസ്റ്റിവൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? ബാത്തുകുമ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്? ഓപ്ഷൻസ് പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന. ആൻസർ വരുന്നത് തെലങ്കാനയാണ്. ബാത്തുകുമ എന്ന് പറയുന്നത് ഒരു ഫ്ലവേഴ്സിൻ്റെ സെലിബ്രേഷനാണ്. ആ പിക്ചറിലുള്ള പോലെ നവരാത്രി ടൈമിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുക. വുമൻസ് അറേഞ്ച് ചെയ്യുക, പ്ലേറ്റ്സിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ഇതാണ്. ഈ ബാത്തുകുമാൻ്റെ മീനിങ് അറേഞ്ച് ഫ്ലവേഴ്സ് ഓൺ പ്ലേറ്റ്. അതാണ് ആ ഒരു ഇതിൻ്റെ പേരാണ് ബാത്തുകുമ എന്ന് പറഞ്ഞാൽ. ഇതൊരു 9 day ഫെസ്റ്റിവലാണ്. ദുർഗയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. ഇത് ദുർഗാഷ്ടമി സമയത്ത് എൻഡ് ചെയ്യും. ഇനി തെലങ്കാനയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഫെസ്റ്റിവൽസ് നോക്കാം. പീർല പണ്ടുക, സമ്മക്ക സർലമ്മ ജാത്ര, ദുണ്ണപോതുല പണ്ടുക, ശ്രീ കുരുമൂർത്തി സ്വാമി ജാത്ര, പ്രതാപരുദ്ര സിംഗരായ ജാത്ര, നഗോബ ജാത്ര, പെഡ്ഡഗട്ടു, എടുപ്പായല ജാത്ര, മേധാരം ജാത്ര. ഇതെല്ലാം തെലങ്കാനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20th ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഇൻകറക്റ്റ് പെയർ ഓഫ് മോളിക്യൂൾ ഓർ ഫോർമുല യൂണിറ്റ്സ് ആൻഡ് ദെയർ മോളാർ മാസ് ഫ്രം ദ ഫോളോയിങ്. ഏതാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള മോളാർ മാസ് തന്നിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ആൻസർ വരുന്നത് HNO3. HNO3 62 ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഈ മോളാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ആറ്റോമിക് നമ്പർ ഉള്ള പോലെ തന്നെ മോളാർ മാസ് നമ്പറും ഉണ്ട് അല്ലേ? ആ മാസ് നമ്പറിൽ തന്നിട്ടുള്ള ഒരു ടേബിളാണ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ ഇപ്പോൾ HCl എന്ന് പറയുമ്പം ഹൈഡ്രജനും ക്ലോറിനുമാണ്. ഹൈഡ്രജൻ്റെ മോളാർ മാസ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് വരുന്നത് 35.5 ആണ്. അങ്ങനെ അത് രണ്ടും കൂടി ടോട്ടൽ 36.5 നമ്മുടെ ഓപ്ഷനിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് HNO3 ഇതുപോലെ തന്നെ ഹൈഡ്രജൻ 1, നൈട്രജൻ്റെ അറ്റോമിക് മാസ് വരുന്നത് 14 ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് വരുന്നത് 16 ആണ്. പക്ഷേ ഓക്സിജൻ 1 അല്ല, 3 ആറ്റംസ് ഉണ്ട്. O3 അല്ലേ, അപ്പം 3 ആറ്റംസ് ഉണ്ട്. അങ്ങനെ അപ്പം 3 × 16 ചെയ്യണം. അങ്ങനെ ടോട്ടൽ 1 + 14 + 48 വരുമ്പം 63 ആണ് അതിൻ്റെ മോളാർ മാസ് വരുന്നത്. CH4 പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 62 ആയിരുന്നു. അപ്പം 63 ആണ് കറക്റ്റായിട്ടുള്ള HNO3യുടെ മോളാർ മാസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21st ക്വസ്റ്റ്യൻ. രാഗ ദീപക് ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫേമസ് മ്യൂസീഷ്യൻ? ഏത് ഫേമസ് മ്യൂസീഷ്യൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് രാഗ ദീപക്? ആൻസർ വരുന്നത് ടാൻസൻ ആണ്. ഈ രാഗ ദീപക് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള ഒരു രാഗമാണ്. ഫയർ രാഗ എന്നറിയപ്പെടുന്നുണ്ട്. ടാൻസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അക്ബേഴ്സിലെ നവരത്ന കോർട്ടിലുണ്ടായിരുന്ന നവരത്നയിൽ ഒരു മെമ്പറായിരുന്നു ടാൻസൻ. ഈ രാഗ ദീപക് എന്ന് പറയുന്ന ഈ രാഗം പാടിക്കഴിഞ്ഞാൽ ഫയർ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫയർ രാഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേഘമൽഹാർ രാഗ, മേഘമൽഹാർ അത് കേട്ടിട്ടുണ്ടാവും. റെയിൻ രാഗ എന്നറിയപ്പെടും. അത് യൂസ് ചെയ്തിട്ട് മഴ പെയ്യിക്കാം എന്നാണ് പറയുന്നത്.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസസ് ട്രഡീഷണലി പെർഫോംഡ് ബൈ ദ മെയിൽസ് ഓഫ് 3 adjacent സ്റ്റേറ്റ് ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ? ഓപ്ഷൻസ് കുച്ചിപ്പുടി, ചൗ, സത്രിയ, ഒഡീസി. ഓപ്ഷൻസിലൂടെ കിട്ടും. ആൻസർ ചൗ ആണ്. ചൗ എന്ന് പറയുന്നത് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. അത് 3 സ്റ്റേറ്റ്സിലും ഉണ്ട്. പക്ഷേ 3 ഫോമാണ് അതിൻ്റെ. ചൗവിൻ്റെ 3 ഫോം അതാണ്: പുരുലിയ ചൗ, മയൂർഭഞ്ച് ചൗ, സെറൈക്കെല്ല ചൗ. പുരുലിയ ചൗ വെസ്റ്റ് ബംഗാളിലും മയൂർഭഞ്ച് ചൗ ഒഡീഷയിലും സെറൈക്കെല്ല ചൗ ജാർഖണ്ഡിലുമാണ്. ഈ സെറൈക്കെല്ലയിലും പുരുലിയയിലും മാസ്ക് യൂസ് ചെയ്യും. പക്ഷേ മയൂർഭഞ്ചിൽ, അതായത് ഒഡീഷയിൽ ഉള്ള ചൗവിൽ മാസ്ക് യൂസ് ചെയ്യില്ല. ഈ ചൗ എന്ന് പറയുന്ന ഡാൻസ് നമ്മുടെ കൾച്ചറൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 9th ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 ക്ലാസിക്കൽ ഡാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭരതനാട്യം, കഥക്, കഥകളി, കുച്ചിപ്പുടി, ഒഡീസി, മണിപ്പൂരി, മോഹിനിയാട്ടം, സത്രിയ. 9th ആയിട്ട് ചൗ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയിലൊക്കെയുള്ള ചൗ. നമുക്ക് 23rd ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാംസ് ബിലോങ് ടു ദാമോദർ വാലി കോർപ്പറേഷൻ? ദാമോദർ വാലി കോർപ്പറേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡാം ഏതാണ്? ആൻസർ വരുന്നത് മെയ്ത്തൻ ഡാമാണ് ദാമോദർ വാലി കോർപ്പറേഷനിലുള്ളത്. ഈ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ബംഗാളിലും ജാർഖണ്ഡിലും വരുന്ന ദാമോദർ റിവറിൻ്റെ ഏരിയ ആണ് ഇതിൽ അണ്ടറിൽ വരുന്നത്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് മൾട്ടിപർപ്പസ് റിവർ വാലി പ്രൊജക്റ്റാണ് ദാമോദർ വാലി കോർപ്പറേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്. 1948 ജൂലൈ 7 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസും തെർമൽ പവർ സ്റ്റേഷൻസും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ് മെയ്ത്തൻ, പാഞ്ചറ്റ്, തിലയ്യ, കൊണാർ. തെർമൽ പവർ സ്റ്റേഷൻസ് ആണ് ബൊക്കാരോ, ചന്ദ്രപുര, മെജിയ, ദുർഗാപൂർ, രഘുനാഥ്പൂർ, കൊഡർമ എല്ലാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് ഹു വാസ് അറസ്റ്റഡ് ഇൻ ലാഹോർ കോൺസ്പിറസി കേസ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് മാർട്ടിയർഡ് ഇൻ ദ ഹംഗർ സ്ട്രൈക്ക് ഓഫ് 63 days ഇൻ ജയിൽ? ലാഹോർ കോൺസ്പിറസി കേസിലൂടെ അറസ്റ്റ് ചെയ്ത് 63 ദിവസം ജയിലിൽ നിരാഹാര സമരം കിടന്ന് മരിച്ച റെവല്യൂഷണറിസ്റ്റ് ആരാണെന്നാണ്. ആൻസർ വരുന്നത് ജതീന്ദ്രനാഥ് ദാസ് ആണ് ആൻസർ. അദ്ദേഹം HSRAയിലെ ഒരു മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് ലാഹോർ കോൺസ്പിറസി കേസിലൂടെ അറസ്റ്റ് ചെയ്തു. 63 ദിവസം ലാഹോർ സെൻട്രൽ ജയിലിൽ നിരാഹാരം കിടന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് അവരുടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന മോശമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരുന്നു ജയിലിലുണ്ടായിരുന്നത്. അതിനെതിരെ പോരാടിയ 63 ദിവസം നിരാഹാരം കിടന്ന് ജയിലിൽ തന്നെ മരിച്ചുപോയി. 24ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. 1929 സെപ്റ്റംബർ 13, 1929 അദ്ദേഹം മരിച്ചു. ഈ ലാഹോർ കോൺസ്പിറസി കേസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായിട്ടുള്ള ജോൺ സൗണ്ടേഴ്സിനെ 1928 ഇന്ത്യൻ റവല്യൂഷണറീസ് കൊന്നു. അതിനെതിരെ ആ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരു എല്ലാവരും HSRA മെമ്പേഴ്സ്. അവരെ അവസാനം തൂക്കിക്കൊല്ലാണ് ഉണ്ടായത്. 1931 മാർച്ച് 23 ഇവരെ തൂക്കിക്കൊന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിടെക്ചറൽ എലമെൻറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ദ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഓപ്ഷൻ അയൺ സ്ലാബ്സ്, സൺ ഡ്രൈഡ് ബ്രിക്സ്, ബേക്ക്ഡ് ബ്രിക്സ്, മോർട്ടാർ ഓർ ജിപ്സം. ഏതാണ് എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്? ഏതാണ് യൂസ് ചെയ്യാത്തത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ? ആൻസർ വരുന്നത് അയൺ സ്ലാബ്സ് ആണ്. അയൺ സ്ലാബ്സ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈമിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അയൺ കണ്ടുപിടിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള വേദിക് പീരീഡിൻ്റെ ടൈമിലാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2500 BC to 1750 BC വരെയാണ് കാർബൺ 40 ഡേറ്റിംഗ് പ്രകാരമുള്ള ടൈം. ഓൾഡസ്റ്റ് ഈ ഹാരപ്പൻ സിവിലൈസേഷനിലെ ഓൾഡസ്റ്റ് സൈറ്റ് ബിരാനയാണ് ഹരിയാനയിലുള്ളത്. ലാർജസ്റ്റ് സൈറ്റ് രാഖിഗരയാണ്, അതും ഹരിയാനയിൽ തന്നെയാണ്. ഹാരപ്പ എന്ന് പറയുന്ന സിറ്റി രവി റിവറിൻ്റെ സൈഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടെ വർഷിപ്പ് ചെയ്തിട്ടുള്ളത് പശുപതി ഗോഡിനെയാണ്. പിന്നെ അവർ യൂസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രിഡ് സിസ്റ്റം ഓഫ് ലേ ഔട്ടാണ്. അഡ്വാൻസ്ഡ് ഡ്രെയിനേജ് ആയിരുന്നു. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബേക്ക്ഡ് ബ്രിക്സും ജിപ്സം ആൻഡ് മോർട്ടാർ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സിമെൻറ്റിന് പകരം ജിപ്സം മോർട്ടാർ ആയിരുന്നു അവരവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കേണ്ടത് സീൽ ഉണ്ടാക്കിയിരുന്നത് സ്റ്റീറ്റായിട്ട് യൂസ് ചെയ്തിട്ടാണ് സീൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചേർട്ട് യൂസ് ചെയ്തിട്ടാണ് ടൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഷിഫ്റ്റിലുണ്ടായിരുന്ന 25 GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
എല്ലാവർക്കും താങ്ക് യു.